പാകിസ്ഥാനിൽ പോയി ബിരിയാണി കഴിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കോൺഗ്രസിനെ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ വരുന്നതെന്ന് പ്രിയങ്ക ഗാന്ധി ആവർത്തിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പൊതുയോഗം വിളിച്ച് പാകിസ്ഥാനെക്കുറിച്ച് പറയുകയാണ് മോദി ചെയ്യുന്നത്. വലിയ വിമർശനമാണ് പ്രിയങ്ക മോദിക്കെതിരെ ഉന്നയിക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ചയില്ല, അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കുന്നില്ല. ദേശീയവാദിയും ശക്തനുമായ നേതാവാണ് മോദിയെന്നാണ് BJP പറയുന്നത്. എന്നാൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കുന്നതിലും പരിഗണിക്കുന്നതിലും പരാജയപ്പെട്ട മോദി ദുർബലനായ പ്രധാനമന്ത്രിയാണെന്ന് പ്രിയങ്ക അടിവരയിട്ട് പറയുന്നു. നാട്ടിലെങ്ങും ഒരു വ്യക്തിയുടെ മാത്രം തലവച്ചുള്ള പരസ്യങ്ങളാണ്. കോടിക്കണക്കിന് രൂപയാണ് പരസ്യത്തിന് വേണ്ടി ചെലവിടുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ കരുതി മോദി അദ്ദേഹത്തിന്റെ മണ്ഡലമായ വാരണാസിയിൽ വല്ലതും ചെയ്തിട്ടുണ്ടാകുമെന്ന്. പ്രധാനമന്ത്രിയുടെ മണ്ഡലം എന്ന വിശേഷണം ഉണ്ടായിട്ടും മോദി ജയിച്ചതിന് ശേഷം വാരണാസിയിലെ ഗ്രാമീണരെയും കർഷകരെയും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും പ്രിയങ്ക ആഞ്ഞടിക്കുന്നുണ്ട്. വയനാട് രാഹുൽ ഗാന്ധിയുടെ പോരാട്ടമാണ്, അതായിരിക്കും രാജ്യം കാണാൻ പോകുന്നതെന്നും പ്രിയങ്ക ആവർത്തിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു വീട്ടിൽ കയറി അവരുടെ ക്ഷേമം അന്വേഷിച്ചിട്ടില്ല. ജപ്പാനിൽ ഡ്രം മുഴക്കുകയും ജർമ്മനിയിലും അമേരിക്കയിലും VIP-കൾക്കൊപ്പം പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന മോദി ഏതെങ്കിലും ഒരു സാധാരണക്കാരന്റെ കൂടെ നിൽക്കുന്ന ചിത്രം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നാണ് പ്രിയങ്ക ചോദിക്കുന്നത്. മോദി സർക്കാർ കർഷകരെ വഞ്ചിച്ചെന്ന് പ്രിയങ്ക കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന ജനതയെ അടിച്ചമർത്തുകയാണ് BJP. വൻകിടക്കാരെ പരിഗണിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ കർഷകരെ അവഗണിക്കുകയാണെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തുന്നുണ്ട്. ഏതായാലും വലിയ കുറ്റപ്പെടുത്തലുകളാണ് മോദിക്കും BJPക്കുമെതിരെ പ്രിയങ്ക ഉന്നയിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതെല്ലാം ആർക്ക് അനുകൂലമായി മാറും? UP-യിൽ നടത്തിയ വലിയ പ്രചാരണ കോലാഹലങ്ങൾ അത് കോൺഗ്രസിന് അനുകൂലമായി മാറുമോ? BJP കഴിഞ്ഞ 5 വർഷം ചെയ്തത് വിഭജിക്കൽ മാത്രമെന്ന് ആവർത്തിക്കുന്ന പ്രിയങ്കയ്ക്കും രാഹുലിനുമുള്ള ഉത്തരം എന്തായിരിക്കും ഇന്ത്യ ജനത കരുതി വച്ചിരിക്കുന്നത്? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.